കിളിവാതിൽ മലയാളം മിഷൻ പഠന കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. കിളിവാതിലിൽ ആദ്യം മലയാളത്തിന്റെ പ്രിയ കവിയും മലയാളം മിഷൻ ഭരണസമിതി അംഗവുമായിരുന്ന സുഗതകുമാരി ടീച്ചറിനെ അനുസ്മരിക്കുന്നു. മലയാളം മിഷൻ ഡയറക്ടർ പ്രൊഫസർ സുജ സൂസൻ ജോർജ്. സുഗതകുമാരി ടീച്ചർ ഓർമ്മയായി. ഏറെക്കുറെ ആകസ്മികമായിരുന്നു ആ നിര്യാണം. കാണക്കാണെ ആ വിടവ് കനത്ത ശൂന്യതയായി വളരും എന്നതിന് സംശയമില്ല. ഓർക്കുന്തോറും അത്ഭുതപ്പെടുത്തും വിധം ആ പ്രതിഭാശാലി നിറഞ്ഞു നിന്നിരുന്ന ഇടത്തിന് പകരം വയ്ക്കാൻ നമ്മുടെ കൈകളിൽ ഇനിയും ഒന്നും അധികം അവശേഷിക്കുന്നില്ല. പാട്ടുമൂളി ഞാൻ പോകവേ നിങ്ങൾ കേട്ടു നിന്നുവോ തോഴരേ നന്ദി എന്ന് പാടി പാടി ടീച്ചർ നടന്നു പോയി. ഈ കോവിഡ് കാലം മുഴുവൻ ഞാൻ മനസ്സിലും പിന്നെ പുറത്തേക്കും ഉച്ചരിച്ച വരികൾ സുഗതകുമാരിയുടേതായിരുന്നു. ഒരു താരകയെ കാണുമ്പോൾ അത് രാവു മറക്കും, പുതുമഴ കാണുക വരൾച്ച മറക്കും, പാൽച്ചിരി കണ്ട് മൃതിയെ മറന്നു സുഖിച്ചേ പോകും പാവം മാനവഹൃദയം. സ്കൂളിലെ പാഠപുസ്തക കവിതകളിലും ചൊൽക്കാഴ്ചകളുടെ സമൃദ്ധകാലത്തുമായിരുന്നു എൻ്റെ ഉള്ളിലും ടീച്ചർ കടന്നിരുന്നത്. പിന്നെ അത് വളർന്ന് സൈലന്റ് വാലിയായും അട്ടപ്പാടിയായും എൻഡോസൾഫാൻ്റെ പ്രശ്നമായും ഉള്ളിലും വാക്കുകളിലും ചിന്തയിലും നീറിപ്പിടിച്ചു. നാം ചവിട്ടി നിൽക്കുന്ന മണ്ണിനോടും നമ്മുടെ തലയ്ക്കുമീതെയുള്ള വിണ്ണിനോടും കാട്ടുപൂവിനോടും പുഴുക്കളോടും സഹജാതരോടും സ്നേഹമുള്ളവരായിരിക്കാൻ ടീച്ചർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. കാതരമായ ശബ്ദത്തിൽ കിളിപ്പാട്ടും മരപ്പാട്ടും പാടി ഹൃദയത്തിൽ ഇടം പിടിച്ചു. സ്നേഹത്തിനെന്തേ നിറമിയന്നിടുന്നതല്ലോ, നിറമില്ലാത്തതല്ലോ സ്നേഹം എന്ന് ടീച്ചർ നമ്മളോട് പറഞ്ഞു. എങ്ങനെ ഞാൻ കൊല്ലേണ്ടു എന്ന ചോദ്യം കേരള മനസാക്ഷിയെ വിറകൊള്ളിച്ച കവിതയായി മാറി. ടീച്ചറുടെ അഭയകേന്ദ്രം കേരളത്തിലെ, മലയാളത്തിലെ, ഇന്ത്യയിലെ അശരണരുടെ കേന്ദ്രമായി മാറി. മലയാള ഭാഷയെ സ്വന്തം അമ്മയെന്ന പോലെ സ്നേഹിച്ച കവി ഭാഷയുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനുമായി നിരന്തര പോരാളിയായി. ആദ്യകാല ഭരണസമിതി മുതൽ മരണം വരെ മലയാള മിഷൻ്റെ സാരഥ്യത്തിൽ ടീച്ചറുണ്ടായിരുന്നു. അനാരോഗ്യം ബുദ്ധിമുട്ടിക്കുമ്പോഴും മലയാളം മിഷൻ്റെ ഏത് ആവശ്യത്തിനും ഉത്സാഹത്തോടെ എത്തുന്ന ടീച്ചർ മലയാളം മിഷന് പകർന്നു തന്ന ഊർജം അളവറ്റതാണ്. ഓരോ ചുവടുകൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും ഞാൻ ടീച്ചറെ തേടി പോകുമായിരുന്നു. നഗരത്തിൻ്റെ നടുവിലെ പച്ചത്തുരുത്തിലേക്ക് നടക്കുമ്പോൾ മനസ്സ് ശാന്തമാകും. അവിടെ ഒരമ്മ മലയാളമുണ്ട്. എല്ലാം കേട്ട് പ്രോത്സാഹനം നൽകാൻ എന്ന ചിന്ത ഉല്ലാസഭരിതയാക്കും. ഓരോന്നും ചോദിച്ചറിഞ്ഞ് അഭിപ്രായം പറഞ്ഞ് മധുരം തന്ന് ആലിംഗനം ചെയ്ത് കരുത്തും വീറും നിറയ്ക്കും. ടീച്ചർ സ്വപ്നം കണ്ടതുപോലെ പച്ചപ്പ് നിറഞ്ഞ നീരൊഴുക്കുകളാൽ ആർദ്രമായ എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ സഹജീവിതം എന്ന് നിരന്തരം തിടമ്പാകുന്ന ഒരു ഭാഷയായി മലയാളത്തെ വളർത്തിയെടുക്കുന്നതിൽ നാം ഓരോരുത്തർക്കും കടമയുണ്ട്. അത് നിർവഹിക്കേണ്ട ദൗത്യത്താൽ കർമ്മനിരതമായിട്ടായിരിക്കണം സുഗതകുമാരി ടീച്ചർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ. കിളിവാതിലിൽ ഇനി സുഗതകുമാരി ടീച്ചറിൻ്റെ ഒരു കവിത കേൾക്കാം. അവതരണം മഞ്ജു അനിൽകുമാർ, അധ്യാപിക, മലയാളം മിഷൻ, ചെന്നൈ. സുഗതകുമാരി അമ്മയ്ക്ക് പ്രണാമം. യാത്രാമൊഴി എന്ന കവിത.
ടീച്ചറുടെ ഏതാനും ചില കവിതകൾ കോർത്തിണക്കിക്കൊണ്ട് എഴുതിയൊരു കവിതയാണിത്. എന്തിത്ര വിതുമ്പുന്നു രാത്രി മഴയെ നീ അറിഞ്ഞുവോ പ്രിയ സഖിതൻ വിയോഗം, കേട്ടുനിന്നുവോ പശ്ചിമഘട്ടമേ നിനക്കായി തൂലിക ചലിപ്പിച്ചൊരമ്മതൻ യാത്രാമൊഴി, വഴിയമ്പലത്തിലെ പാട്ട് കേൾക്കാതിനി ഒറ്റയ്ക്കു കരയുന്ന പെൺകുഞ്ഞിനായൊരു നേർത്തനാദം മൂളുമോ അറ്റം പിളർന്നൊരു അമ്പലമണി നീ, അങ്ങകലെ കടൽ കാണാൻ പോയവർ തിരികെ എത്തിയോ കണ്ണൻ്റെ അമ്മയെ ഒരു നോക്കു കാണുവാൻ, ഒരു പാട്ടു പിന്നെയും പാടി തൻ്റെ പ്രണയം കടലിനോടേറ്റു പറഞ്ഞൊരാമീരയെ, കൃഷ്ണ നീ അറിയില്ല അഥവാ നീ അറിയില്ലെന്ന നാട്യത്തിനഗാധമാം പ്രണയത്തിൻ്റെ പിൻവിളിയാകും ഈ യാത്രാമൊഴി, നീ അറിയില്ലെന്ന നാട്യത്തിനഗാധമാം പ്രണയത്തിൻ്റെ പിൻവിളിയാകാമീ യാത്രാമൊഴി. കിളിവാതിലിൽ അടുത്തതായി മലയാള മിഷൻ ചെന്നൈ ചാപ്റ്ററിലെ വിദ്യാർത്ഥിനി വൈഷ്ണവി പ്രിയ കവി സുഗതകുമാരി ടീച്ചറിന് അർപ്പിക്കുന്ന കാവ്യാഞ്ജലി കേൾക്കാം. മലയാളത്തിൻ്റെ പ്രിയ കവയിത്രി സുഗതകുമാരി ടീച്ചർ ഓർമ്മയായി. പ്രകൃതിയുടെയും സ്ത്രീയുടെയും കണ്ണീരിനോടൊപ്പം സഞ്ചരിച്ച മലയാള കവിതയുടെ അമ്മ. ആ ഓർമ്മയ്ക്ക് മുന്നിൽ മലയാളം മിഷൻ താമ്പരം മേഖലയിലെയും തമിഴ്നാട് ചാപ്റ്ററിലെയും അധ്യാപകരും പഠിതാക്കളും കണ്ണീരാഞ്ജലി അർപ്പിക്കുന്നു. ആമ്പലിൽ ഞങ്ങൾ പഠിച്ച ഒരു പാട്ട് പിന്നെയും എന്ന കവിത അമ്മയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ കാവ്യാർച്ചനയായി അർപ്പിക്കട്ടെ. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകുടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി, മഴുതിന്ന മാമര കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകുടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി, മഴുതിന്ന മാമര കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിനു കിളികളില്ല. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിനു കിളികളില്ല. ഇടറുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല, കൂട്ടിനു കിളികളില്ല. കിളിവാതിലിൽ ഒരു തൈ നടാം എന്ന കവിതയുമായി നമ്മുടെ പ്രകൃതിയെ സ്നേഹിച്ച, പ്രകൃതിക്കായി പോരാടിയ സുഗതകുമാരി ടീച്ചറിന് ആദരവുമായി ശ്രദ്ധ രൂപേഷ്. വിദ്യാർത്ഥിനി, മലയാള മിഷൻ, ഡൽഹി. നമസ്കാരം, ഞാൻ ശ്രദ്ധ രൂപേഷ്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി,
ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. സുഗതകുമാരിയുടെ സുപ്രസിദ്ധമായ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിത 1977 എഴുതപ്പെട്ടത്. വൃന്ദാവനത്തിലെ കൃഷ്ണന് ഇങ്ങനെ ഒരു അറിയാത്ത സഖി ഉണ്ടായിരുന്നിരിക്കില്ലേ എന്ന ശങ്കയാണ് ഈ കവിത. ഗോപികമാരെല്ലാം ഒന്നുകിൽ കൃഷ്ണന് അമ്മമാരായിരുന്നു, അല്ലെങ്കിൽ തോഴിമാരായിരുന്നു, കളിക്കൂട്ടുകാർ, കാമുകിമാർ. അവർ എന്നും ആ ശ്യാമ സൗന്ദര്യത്തെ ചൂഴ്ന്നു വിളങ്ങി നിന്നു. പക്ഷേ അരികിലണയാതെ അകലെ മാറി നിന്ന് പൂജിച്ച ഒരുവൾ ഉണ്ടായിരുന്നു, ജീവിതാനന്ദം ഒരിക്കലും അറിയാത്തവൾ. അവൾ കരുതി കൃഷ്ണന് അവളെ അറിയില്ലെന്ന്. ഇവിടെയമ്പാടി തന്നൊരു കോണിലരിയ മൺകുടിലിൽ ഞാൻ മേവുമൊരു പാവം. കൃഷ്ണ നീ എന്നെ അറിയില്ല. ഇവിടെയമ്പാടി തന്നൊരു കോണിലരിയ മൺകുടിലിൽ ഞാൻ മേവുമൊരു പാവം. കൃഷ്ണ നീ എന്നെ അറിയില്ല. ശബളമാം പാവാട ഞൊറികൾ ചുഴലുന്ന കാൽ തളകൾ കളശിഞ്ചിതം പെയ്കേ. അരയിൽ തിളങ്ങുന്ന കുടവുമായി മിഴികളിൽ അനുരാഗമഞ്ജനം ചാർത്തി. ജലമെടുക്കാനെന്ന മട്ടിൽ ഞാൻ തിരുമുമ്പിൽ ഒരു നാളും എത്തിയിട്ടില്ല. കൃഷ്ണ നീ എന്നെ അറിയില്ല. ചപല കാളിന്തി തൻ കുളിരലകളിൽ പാതി മുഴുകി നാണിച്ചു മിഴികൂമ്പി. വിറപൂണ്ട കൈ നീട്ടി നിന്നോടു ഞാനെൻ്റെ ഉടയാട വാങ്ങിയിട്ടില്ല. കൃഷ്ണ നീ എന്നെ അറിയില്ല. കാടിൻ്റെ ഹൃത്തിൽ കടമ്പിൻ്റെ ചോട്ടിൽ നീയോടക്കുഴൽ വിളിക്കുമ്പോൾ അണിയൽ മുഴുമിക്കാതെ പൊങ്ങിത്തിളച്ചു പാലൊഴുകി മറിയുന്നതോർക്കാതെ. വിടുവേല തീർക്കാതെ ഉടുചേല കിഴിവതും മുടിയഴിവതും കണ്ടിടാതെ. കരയുന്ന പൈതലെ പുരികം ചുളിക്കുന്ന കണവനെ കണ്ണിലറിയാതെ.
എല്ലാം മറന്നോടിയെത്തിയിട്ടില്ല ഞാൻ വല്ലവികളൊത്തു നിൻചാരേ. കൃഷ്ണ നീ എന്നെ അറിയില്ല. അവരുടെ ചിലമ്പൊച്ചയകലെ മാഞ്ഞിടവേ മിഴി താഴ്ത്തി ഞാൻ തിരികെ വന്നു. എൻ്റെ ചെറുകുടിലിൽ 100,000 പണികളിൽ എൻ്റെ ജന്മം ഞാൻ തളച്ചു. കൃഷ്ണ നീ എന്നെ അറിയില്ല. നീ നീലചന്ദ്രനായി നടുവിൽ നിൽക്കെ ചുറ്റുമാലോലമാലോലമിളകി ആടിയുലയും ഗോപസുന്ദരികൾ തൻ ലാസ്യമോടികളുലാവി ഒഴുകുമ്പോൾ കുസൃതി നിറയും നിന്റെ കുഴൽ വിളിയുടൻ മദദ്രുത താളമാർന്നു മുറുകുമ്പോൾ കിലുകിലെ ചിരി പൊട്ടിയുണരുന്ന കാൽത്തളകൾ കലഹമൊടിടഞ്ഞു ചിതറുമ്പോൾ തുകിൽ ഞൊറികൾ പൊന്മീകൾ തരിവളയണി കൈകൾ മഴവില്ലു ചൂഴി വീശുമ്പോൾ അവിടെ ഞാൻ മുടിയഴിഞ്ഞണിമലർക്കുല പൊഴിഞ്ഞൊരു നാളുമാടിയിട്ടില്ല. കൃഷ്ണ നീ എന്നെ അറിയില്ല. നടനമാടിത്തളർന്നംഗങ്ങൾ തൂവേർപ്പു പൊടിയവേ പൂമരം ചാരിയിളകുന്ന മാറിൽ കിതപ്പോടെ നിൻമുഖം കൊതിയാർന്നു നോക്കിയിട്ടില്ല. കൃഷ്ണ നീ എന്നെ അറിയില്ല. നിപുണയാം തോഴി വന്നെൻ പ്രേമ ദുഃഖങ്ങൾ അവിടുത്തൊടോതിയിട്ടില്ല. തരളവിപിനത്തില്ലതാനി കുഞ്ചത്തിൽ വെൺമലരുകൾ മതിച്ചു വിടരുമ്പോൾ അകലെ നിൻ കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ചകിതയായി വാണിട്ടുമില്ല. കൃഷ്ണ നീ എന്നെ അറിയില്ല. ഒരു 100 വനകുസുമങ്ങൾ തൻ ധവളലഹരിയൊഴുകും കുളിർനിലാവിൽ
ഒരു നാളുമാ നീലവിരിമാറിൽ ഞാൻ എൻ്റെ തല ചായ്ച്ചു നിന്നിട്ടുമില്ല കൃഷ്ണ. നീ എന്നെ അറിയില്ല. ഒരു വസന്തമായി ഒരു വസന്തമായി നിന്റെ കുഴൽ പോരു വസന്തമായി എന്നെൻ്റെ അന്തരംഗത്തിലല ചേർക്കേ ഞാൻ എൻ്റെ പാഴ്ക്കുടിലടച്ചു തഴുതിട്ടിരുന്നാനന്ദ ബാഷ്പം പൊഴിച്ചു. ആരോരുമറിയാതെ നിന്നെ എന്നുള്ളിൽ വച്ചാത്മാവ് കോടിയർച്ചിച്ചു കൃഷ്ണ. നീ എന്നെ അറിയില്ല. കരയുന്നു ഗോകുലം മുഴുവനും കരയുന്നു ഗോകുലം മുഴുവനും കൃഷ്ണ. നീ മധുരയ്ക്കു പോകുന്നുവത്രേ പൊൽത്തേരുമായി നിന്നെ ആനയിക്കാൻ ക്രൂരനക്രൂരനെത്തിങ്ങത്രേ. ഒന്നുമേ മിണ്ടാതനങ്ങാതെ ഞാൻ എൻ്റെ ഉമ്മറത്തിണ്ണയിലിരിക്കേ രഥചക്രഘോഷം കുളമ്പൊച്ച രഥചക്രഘോഷം കുളമ്പൊച്ച ഞാൻ എൻ്റെ മിഴി പൊക്കി നോക്കിടുന്നേരം നൃപചിഹ്നമാർന്ന കൊടിയാടുന്ന തേരിൽ നീ നിറതിങ്കൾ പോൽ വിളങ്ങുന്നു. കരയുന്നു കൈനീട്ടി ഗോപിമാർ കേണു നിൻ പിറകെ കുതിക്കുന്നു പൈക്കൾ. തിരുമിഴികൾ രണ്ടും കലങ്ങിച്ചു വന്നു നീ അവരെ തിരിഞ്ഞു നോക്കുന്നു. ഒരു ശിലാബിംബമായി മാറി ഞാൻ മിണ്ടാതെ കരയാതനങ്ങാതിരിക്കേ. അറിയില്ല എന്നെ നീയെങ്കിലും കൃഷ്ണ നിൻ രഥമെൻ്റെ കുടിലിന്നു മുന്നിൽ ഒരു മാത്ര നിൽക്കുന്നു. കണ്ണീർ നിറഞ്ഞൊരാമിഴികളന്നേർക്കു ചായുന്നു. കരുണയാലാകെ തളർന്നൊരാ ദിവ്യമാം സ്മിതമെനിക്കായി നൽകുന്നു കൃഷ്ണ. നീ അറിയുമോ എന്നെ കൃഷ്ണ? നീ അറിയുമോ എന്നെ? നീ അറിയുമോ എന്നെ? അമ്മ മലയാളം, ഉമ്മ മലയാളം. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.
കിളിവാതിലിൽ തൃക്കോട്ടൂർ പെരുമയുടെ കഥാകാരൻ UA ഖാദറിനെ അനുസ്മരിക്കുന്നു. ഡോക്ടർ റീജ വി, മലയാള വിഭാഗം അധ്യക്ഷ, കണ്ണൂർ യൂണിവേഴ്സിറ്റി. ഡിസംബർ സാഹിത്യ സാംസ്കാരിക മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടത്തിൻ്റെ മാസമായിരുന്നു. വടക്കേ മലബാറിലെ സാംസ്കാരിക വേദികളിലെ നിറസാന്നിധ്യമായിരുന്ന UA ഖാദർ ഡിസംബർ 12 നമ്മെ വിട്ടുപോയത്. അദ്ദേഹത്തിൻ്റെ പാവനസ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. UA ഖാദർ എന്ന എഴുത്തുകാരനുമായി 2 ദശകക്കാലത്തെ ബന്ധം എനിക്കുണ്ട്. UA ഖാദറിൻ്റെ കൃതികളിലെ നാട്ടറിവുകൾ തേടിയുള്ള യാത്രയായിരുന്നു എൻ്റെ ഗവേഷണം. 2000 ഗവേഷണം ആരംഭിക്കുമ്പോൾ ഇക്കാര്യം ഞാൻ അദ്ദേഹത്തെ കത്തിലൂടെ അറിയിക്കുകയുണ്ടായി. ഒരു തെക്കൻ തിരുവിതാംകൂറുകാരി വടക്കേ മലബാറുകാരൻ്റെ കൃതികൾ ഗവേഷണത്തിന് തിരഞ്ഞെടുത്തതിലുള്ള അത്ഭുതം അദ്ദേഹം പല വേദികളിലും പ്രകടിപ്പിക്കുകയുണ്ടായി. 1935 ബർമയിലെ മ്യാൻമറിൽ ബില്ലിൽ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് UA ഖാദർ ജനിച്ചത്. അദ്ദേഹം ജനിച്ച് 3-ാം ദിവസം മാതാവ് മരണപ്പെട്ടു. ബർമാക്കാരിയായ മാ മൈദിയായിരുന്നു മാതാവ്. പിതാവ് കൊയിലാണ്ടിക്കാരൻ മൊയ്തീൻ കുട്ടി ഹാജിയും. അദ്ദേഹത്തിന് 7 വയസ്സുള്ളപ്പോൾ 2-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ആ സമയത്ത് UA ഖാദറിന് വസൂരി രോഗം പിടിപെടുകയും ചെയ്തു. അങ്ങനെ വസൂരി രോഗം പിടിപെട്ട കുഞ്ഞു ഖാദറിനെയും തോളിലേറ്റി പിതാവ് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ താമസമാക്കി. അതോടെ UA ഖാദറിന് ദേശവും ഭാഷയും നഷ്ടപ്പെടാൻ തുടങ്ങി. ഭാഷയും ദേശവും തായയും നഷ്ടപ്പെട്ട് ഒരു ഒറ്റപ്പെട്ട ബാല്യം അദ്ദേഹത്തിൽ വന്നു ചേർന്നു. അന്ന് അദ്ദേഹത്തിന് തുണയായത് കൊയിലാണ്ടിയിൽ അദ്ദേഹം താമസിച്ചിരുന്ന ഇളയമ്മയുടെ വീട്ടിൻ്റെ തെക്കേ അറ്റത്തുള്ള കൊരയങ്ങാട്ട് തെരുവായിരുന്നു. ഗണപതി അമ്പലം മുതൽ ഭഗവതി ക്ഷേത്രം വരെ നീളുന്ന തെരുവിലെ ജീവിതമായിരുന്നു രാപ്പകൽ അദ്ദേഹത്തിന് കൂട്ടായത്. ആ കാഴ്ചവട്ടങ്ങളാണ് അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് ആധാരമായതും. ആ തെരുവിലെ വർണ്ണക്കാഴ്ചകളിലൂടെ, കേൾവികളിലൂടെ തൃക്കൂട്ടൂരിൻ്റെ ചരിത്രവും സംസ്കാരവും പുനർനിർമ്മിക്കുകയായിരുന്നു UA ഖാദർ. മാണിക്യം വിഴുങ്ങിയ കണാരൻ്റെ ആമുഖത്തിൽ UA ഖാദർ പറയുന്നുണ്ട്: തൃക്കൂട്ടൂർ അംശം പഴങ്കഥകളുടെ നീരുറവയാൽ പച്ചച്ചു നിൽക്കുന്നു. ആ പച്ചത്തഴപ്പിൻ്റെ ചുവട്ടിലായിരുന്നു എൻ്റെ ബാല്യം. ആ ബാല്യം വീണ്ടെടുക്കാനാണ് മനസ്സെപ്പോഴും തൃക്കൂട്ടൂരിൻ്റെ കയർവട്ടത്ത് മേയുന്നത്. തൃക്കൂട്ടൂർ അംശവും പന്തലായിനി അംശവും ഉൾപ്പെട്ട വടക്കേ മലബാറിൻ്റെ കഥകളാണ് കോമരം ഉണ്ണിപ്പരവയെപ്പോലെ UA ഖാദർ ഉറഞ്ഞുതുള്ളി പറഞ്ഞത്. കഥ, നോവൽ, ഓർമ്മക്കുറിപ്പ്, യാത്ര, ഇങ്ങനെ പല ഗണത്തിലായി 75-ൽ പരം കൃതികൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. സാഹിത്യ അക്കാദമി ന്യൂഡൽഹി, കേരള സാഹിത്യ അക്കാദമി എന്നിവയുടെ പുരസ്കാരം, പത്മപ്രഭ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തുകയുണ്ടായി. എങ്കിലും അദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് വേണ്ടത്ര നിരൂപണമോ സഹൃദയ സമിതിയോ ലഭിക്കുകയുണ്ടായില്ല. അതിനുള്ള പ്രധാന കാരണമായിട്ട് ഞാൻ കാണുന്നത് പ്രാദേശിക സംസ്കൃതിയും ദേശത്തനിമയും എഴുത്തിലാവാഹിച്ച് അദ്ദേഹം സൃഷ്ടിച്ച ആ മാസ്മരികമായ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുവാനുള്ള കരുത്ത് ഈ വായനക്കാർക്കോ നിരൂപകർക്കോ ഉണ്ടായിരുന്നില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളെ സമീപിക്കുമ്പോൾ വായനക്കാരൻ്റെയും നിരൂപകൻ്റെയും ഉള്ളിൽ ഒരു ഫോക്ലോറിസ്റ്റ് കൂടി ജീവിക്കണം. ആ ടാലൻറ്റിൻ്റെ അഭാവമാകാം UA ഖാദറിൻ്റെ കൃതികൾ മാറ്റി നിർത്തപ്പെട്ടതിൻ്റെ പ്രധാന കാരണം. തൃക്കൂട്ടൂർ മാത്രമല്ല, താൻ സഞ്ചരിച്ച പ്രദേശങ്ങൾ മുഴുവൻ അദ്ദേഹം എഴുത്തിൽ കൊണ്ടുവന്നു. 1950കളിലാണ് UA ഖാദർ എഴുതി തുടങ്ങുന്നത്. തുടക്കത്തിൽ കാട്ടുവർഗ്ഗക്കാരുടെ ജീവിതത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് 1954 അദ്ദേഹം ആദിവാസി പ്രമേയം വിഷയമാക്കുന്ന ആദ്യത്തെ കഥ രചിക്കുകയുണ്ടായി. നിലമ്പൂരിലെ മുക്കട്ട എന്ന സ്ഥലത്തെ കാട്ടുവർഗ്ഗക്കാരായ മുത്തന്മാരുടെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയ ബില്ലിൽ എന്ന ചെകുത്താൻ. 1962 ആദിവാസി ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ആദ്യ നോവൽ വള്ളൂരമ്മ പ്രസിദ്ധപ്പെടുത്തി. 1966 മുസ്ലിം സാമൂഹ്യ നവോത്ഥാനം ലക്ഷ്യമാക്കി ചങ്ങല എന്ന നോവൽ രചിച്ചു. പക്ഷേ ഇവയൊന്നും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. 1970കളോടെ തൃക്കൂട്ടൂർ കഥകൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി.
അതോടെയാണ് യു എ ഖാദർ ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നീട് ആ ദേശത്തിൻ്റെ പേരിൽ അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങി. നാട്ടുപെരുമയെ സമകാല ജീവിതാവസ്ഥകളുടെ വ്യാഖ്യാനത്തിനായി യു എ ഖാദർ സ്വീകരിച്ചു. ചങ്ങല, ഖുറൈശിക്കൂട്ടം, വായേ പാതാളം, എണിയുടെ വേദാന്തം, ഒരു വെടിവെറ്റ്, അഘോരശിവം, ഒരു മാപ്പിളപ്പെണ്ണിൻ്റെ ലോകം, ഒരു പടകാളിപ്പെണ്ണിൻ്റെ ചരിതം, ആട്ടം, തൃക്കൂട്ടൂർ നോവല്ലകൾ, തൃക്കൂട്ടൂർ പെരുമ തുടങ്ങി കഥകളുടെയും നോവലുകളുടെയും ഒരു പരമ്പര തന്നെ അങ്ങനെ നീണ്ടുകിടക്കുന്നു. അദ്ദേഹം ഒരു ശക്തനായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സഹയാത്രികനായിരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാനതല പ്രസിഡന്റായിരുന്നു. തൻ്റെ ഈ രാഷ്ട്രീയ വിശ്വാസത്തെ അടിസ്ഥാനമാക്കി 2 നോവലുകൾ രചിക്കുകയുണ്ടായി. വായേ പാതാളവും മേശവിളക്കും. വടക്കേ മലബാറിലെ മിത്തുകളും വിശ്വാസങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനങ്ങൾക്കിടയിൽ എത്രത്തോളം വേരോട്ടമുണ്ടാക്കിയെന്ന് മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിൻ്റെ വായേ പാതാളം എന്ന നോവൽ വായിച്ചാൽ മതിയാകും. അതുപോലെ ശക്തമായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ നോവലാണ് മേശവിളക്ക് എന്ന് പറയുന്നത്. നാണുവേട്ടൻ എന്ന പ്രാദേശിക നേതാവിനെ കേന്ദ്രമാക്കി വിപ്ലവമുക്കിലെ പാർട്ടി പ്രവർത്തനമാണ് ഇതിൽ വിവരിക്കുന്നത്. സ്വതന്ത്ര സമര സേനാനി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിലുള്ള നാണുവേട്ടൻ്റെ ദ്വന്ദ്വ വ്യക്തിത്വങ്ങളെ നോവലിൽ അദ്ദേഹം വരച്ചു കാണിക്കുന്നു. ദേശീയ സ്വാതന്ത്ര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്ഭവം, ഐക്യകേരളത്തിൻ്റെ രൂപീകരണം, ആദ്യകാല കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ, പ്രായപൂർത്തി, വോട്ടവകാശം, പ്രാദേശികവും ദേശീയവുമായ തെരഞ്ഞെടുപ്പുകൾ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഒളിവിൽ പാർപ്പ് തുടങ്ങി എല്ലാവിധ വിവരങ്ങളും നൽകുന്ന ഒരു രാഷ്ട്രീയ നോവലാണത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ എടുത്തു പറയുമ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്ന്, കൃതികളിൽ പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രങ്ങളുടെ ദ്വന്ദ്വ വ്യക്തിത്വത്തെക്കുറിച്ചാണ്. തൃക്കൂട്ടൂർ കേന്ദ്രമാക്കിയുള്ള കഥകളിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം കുഞ്ഞിക്കേളപ്പക്കുറുപ്പാണ്. അത് അധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ എപ്പോഴും ഒരു അധികാരി പ്രത്യക്ഷപ്പെടുന്നുണ്ടാകും. ഒന്നുകിൽ കുഞ്ഞിക്കേളപ്പക്കുറുപ്പ് എന്ന പേരിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിൽ. അധികാരികൾ എപ്പോഴും ദ്വന്ദ്വ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ്. രക്ഷകനും ശിക്ഷകനും ഉത്തമനും അധമനും നന്മയുള്ളവനും തിന്മയുള്ളവനുമായിട്ട് അധികാരികൾ പ്രവർത്തിക്കും. ഇങ്ങനെയുള്ള അധികാരി വിഭാഗം യു എ ഖാദറിൻ്റെ കഥകളിൽ കാണാം. അധികാരം, സ്വാധീനം, സാമ്പത്തികം എന്നിവയാണ് ഒരാളെ നിർണയിക്കുന്ന മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നത്. പ്രമാണിമാരുടെ നെറികേടുകൾ കണ്ടാലും പ്രതികരിക്കാൻ കഴിയുന്ന ഒരു ജനവർഗം തൃക്കൂട്ടൂർ കഥകളിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഒരുപക്ഷെ അവർ പ്രതികരിച്ചിട്ടുണ്ടോ എങ്കിൽ അവരുടെ ശബ്ദം പുറത്തേക്ക് വരില്ല. അത്തരം കഥാപാത്രങ്ങൾക്ക് പേരുണ്ടാവില്ല, മുഖമുണ്ടാകില്ല. അതുപോലെ തന്നെ സ്ത്രീ കഥാപാത്ര സൃഷ്ടികൾ. ഇവിടെ ഫെമിനിസ്റ്റ് ചിന്താഗതികൾ ശക്തമാകുന്നതിനും എത്രയോ മുമ്പ് തന്നെ യു എ ഖാദർ പ്രതികരണശേഷിയുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചു. ദേവിയായും ദുർദേവതയായും പ്രത്യക്ഷപ്പെടുന്ന സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് യു എ ഖാദറിൻ്റെ കൃതികളിൽ കാണാവുന്നതാണ്. 3 ടൈപ്പ് സ്ത്രീ കഥാപാത്രങ്ങളെ കാണാം. ശരീര സൗന്ദര്യത്താൽ പുരുഷനെ വശീകരിച്ച് അവൻ്റെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കുന്ന കഥാപാത്രങ്ങൾ. ധനം മോഹിച്ച് സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിക്കാനും വഞ്ചിക്കാനും തയ്യാറാക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ. ചാരിത്രത്തിന് നേരെയുണ്ടാകുന്ന വെല്ലുവിളികളെ ശരീരം കൊണ്ട് മറുപടി കൊടുക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ. ഇങ്ങനെ വൈവിധ്യങ്ങളാകുന്ന സ്ത്രീ കഥാപാത്രങ്ങളെ യു എ ഖാദറിൻ്റെ കൃതികളിൽ നമുക്ക് കാണാം. തൃക്കൂട്ടൂരിൻ്റെ കഥാകാരൻ എന്ന് വിശേഷിപ്പിക്കുമ്പോഴും താൻ സഞ്ചരിച്ച ഇടങ്ങളെയെല്ലാം ഖാദർ എഴുത്തിൻ്റെ ഇടമാക്കിയിട്ടുണ്ട്. തൻ്റെ ജന്മനാട് നേടിയുള്ള യാത്രയാണ് ഓർമ്മകളുടെ പെഗോഡ. 7 വയസ്സുകാരൻ്റെ ഓർമ്മകളുടെ കൂടി സഞ്ചാരമാണത്. ബർമയിലെ ബില്ലീൽ ഗ്രാമത്തിൽ ജനിച്ച യു എ ഖാദർ 68 വർഷത്തിന് ശേഷം തൻ്റെ ജന്മദേശം തേടി, പിറന്ന മണ്ണ് തേടി യാത്ര നടത്തുന്നു. ആ യാത്രാനുഭവങ്ങളും 7 വയസ്സുവരെയുള്ള ജീവിതാനുഭവങ്ങളും വിവരിക്കുന്ന ആത്മാന്വേഷണ, സ്വത്വാന്വേഷണ യാത്രാനുഭവമാണ് ഓർമ്മകളുടെ പെഗോഡ. പൃഥദേശത്തിൻ്റെ ചരിത്രത്തെയും പഴംപുരാണങ്ങളെയും മിത്തുകളെയും ചൊല്ലുകളെയും ഐതിഹ്യങ്ങളെയും സർഗാത്മകമാക്കി സാഹിത്യ ഭൂപടത്തിൽ സ്ഥാനം പിടിച്ച യു എ ഖാദർ തൃക്കൂട്ടൂരിൻ്റെ സ്ഥാനം അടയാളപ്പെടുത്തി യു എ ഖാദർ ഓർമ്മകളുടെ പെഗോഡയിലൂടെ മാതൃദേശത്തെയും അനശ്വരമാക്കിയതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. യു എ ഖാദറിൻ്റെ കൃതികൾ ഇനിയുള്ള കാലത്താണ് വായിക്കപ്പെടേണ്ടത്. നമ്മുടെ കാവും കാഞ്ഞിരവും പാലയും പോതിയും യക്ഷിയും ഒക്കെ നമ്മുടെ ഇടയിൽ നിന്ന് പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. വരും തലമുറയ്ക്ക് ഇതൊരു പക്ഷേ കാഴ്ചയുടെ, കേൾവിയുടെ ഒരു അനുഭവം അല്ലാതായി മാറും.
അത്തരം ഒരു അവസ്ഥയിൽ നമ്മുടെ പ്രാക്തനമായ സംസ്കാരത്തെ പഠിക്കുവാനുള്ള ശക്തമായ ഉപാദാന സാമഗ്രിയായി യു എ ഖാദറിൻ്റെ കൃതികൾ മാറും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. യു എ ഖാദറിനെ അനുസ്മരിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ ഗവേഷകയായിട്ടുള്ള എന്നെ ചുമതലപ്പെടുത്തിയ കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിൻ്റെ മലയാള മിഷൻ റേഡിയോ മലയാളത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേടുന്നു, നന്ദി അറിയിക്കുന്നു. കിളിവാതിൽ മലയാളം മിഷൻ പഠന കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. കിളിവാതിലിൽ കേൾക്കാം കാവ്യരചനയുടെ നവ്യപാഠങ്ങൾ ഭാഗം 9. അവതരണം മലയാള മിഷൻ റിസോഴ്സ് അധ്യാപകൻ എടപ്പാൾ സി സുബ്രഹ്മണ്യൻ, നീതു സി സുബ്രഹ്മണ്യൻ. കാവ്യരചനയുടെ നവ്യപാഠങ്ങൾ ഭാഗം 9. അവതരണം എടപ്പാൾ സി സുബ്രഹ്മണ്യൻ, നീതു സി സുബ്രഹ്മണ്യൻ. കവിയാകാൻ എന്തു വേണം എന്നായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. കവിയായ ഒരാളെ മുൻനിർത്തി അതിന് മൂർത്തത വരുത്തുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. അടിമുടി കവിയായ ഒരാൾ ഈയിടെ നമ്മോട് വിട പറഞ്ഞു. 2020 ഡിസംബർ 23 മലയാളത്തിൻ്റെ പ്രിയ കവയിത്രി സുഗതകുമാരി. ഇവിടെ അമ്പാടിതൻ കോണിൽ അരിയ മൺകുടിലിൽ ഞാൻ മേവുമൊരു പാവം കൃഷ്ണ, നീ എന്നെ അറിയില്ല. ഇവിടെ അമ്പാടിതൻ കോണിലറിയ മൺകുടിൽ ഞാൻ മേവുമൊരു പാവം കൃഷ്ണ, നീ എന്നെ അറിയില്ല. കൃഷ്ണനെ അറിയുന്നതുപോലെ, കൃഷ്ണൻ ഗോപികയെ അറിയുന്നതുപോലെ മലയാളികൾ സുഗതകുമാരിയെ അറിയുന്നു. അവരുടെ കവിതകൾ നഴ്സറി കുട്ടികളുടെ നാവിൽ തേനും വയമ്പുമാണ്. എന്റെ കുറിഞ്ഞിപ്പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച, കൺമഷി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിതൾ പോലൊരു നാവ്, പൂങ്കുല പോലൊരു വാല്, എന്റെ കുറിഞ്ഞിപ്പൂച്ച, അന്തസ്സുള്ളൊരു പൂച്ച. സുഗതകുമാരിയുടെ കവിതകൾ പ്രൈമറി ക്ലാസുകളിൽ കുട്ടികൾ താളാത്മകമായി ചൊല്ലി നൃത്തം വയ്ക്കുന്നത് കാണാം. കണ്ണന്റെ അമ്മ. കണ്ടോ കണ്ണനെ കണ്ണും ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടോ കണ്ണനെ കണ്ണും ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല കരി പണ്ടും തുമ്പിയും മൂളുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല മലർ ചെണ്ടുകൾ മിണ്ടാതെ നിൽക്കുന്നു. കണ്ടിട്ടേയില്ല ഞാൻ എന്നു പേടമാൻ കണ്ണും നീട്ടിത്തിരിയുന്നു, കണ്ണും നീട്ടിത്തിരിയുന്നു. ഇതാ മറ്റൊരു കവിത, ചിറകു വരും മുമ്പ്. ചിറകു കുരുത്തു തുടങ്ങും മുമ്പൊരു ചിന്ന കുരുവി നിനയ്ക്കുന്നു. നീലാകാശം കൂട്ടിനരികെ നിന്നു പതുക്കെ വിളിക്കുന്നു. കാടിന്മീതെ വയലിന്മീതെ കടലിന്മീതെ പോകണമോ. UP വിഭാഗം കുട്ടികളും ഒട്ടും മോശമല്ല. ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നിത, ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി, മഴുതിന്ന മാമര കൊമ്പിൽ തനിച്ചിരും നൊടിയാ ചിറകു ചെറുതിളക്കി. ഹായ്, വാക്കുകൾ അടുക്കി വെച്ചതിൻ്റെ ഒരു ചേല്.
ഗാനാത്മകത, അർത്ഥവ്യാപ്തി, സൂക്ഷ്മത, അങ്ങേയറ്റത്തെ കാവ്യാത്മകത, വിവിധ തരത്തിലുള്ള പ്രാസങ്ങൾ സ്വാഭാവികമായി വാർന്നു വീഴുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ ഒരു കവിത ചൊല്ലാമോ? രാത്രിമഴ. രാത്രിമഴ ചുമ്മാതെ കേളും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നോരു യുവതിയാം ഭ്രാന്തിയെപ്പോലെ. നഴ്സറി കുട്ടികൾ മുതൽ ഏതു പ്രായക്കാർക്കും പാടാവുന്ന ഒരു കവിതയുണ്ട്. പരിസ്ഥിതി ദിനത്തിൽ സർവരും പ്രതിജ്ഞയെടുക്കുന്ന കവിത. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. സുഗതകുമാരി കവിതകൾക്ക് വ്യത്യസ്ത തലങ്ങളുണ്ട്. പ്രകൃതിയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എത്രയെത്ര കവിതകൾ, എല്ലാം ഏറെ പ്രസിദ്ധം. അനുവാചക ഹൃദയങ്ങളെ വല്ലാതെ ആകർഷിച്ചവ. മരത്തിന് സ്തുതി എന്ന കവിതയിൽ നീലകണ്ഠനായ പരമശിവനായ മരത്തെ കാണാം. കാളകൂടം സ്വയം ഭക്ഷിച്ച് ലോകരക്ഷ ഉറപ്പാക്കിയ പരമകാരുണികനായ ദൈവമാണ് മരം. തണുത്ത പൂന്തണൽ വീശി പടർന്നു ചൂഴ്ന്നു നിൽക്കുന്ന മരത്തിൻ്റെ തിരുമൂടി കിതാ തോഴുന്നേ. തണുത്ത പൂന്തണൽ വീശി പടർന്നു ചൂഴ്ന്നു നിൽക്കുന്ന മരത്തിൻ്റെ തിരുമൂടി കിതാ തോഴുന്നേ. മിണ്ടാ പ്രാണികൾക്കു വേണ്ടി മിണ്ടിയ കവിയാണ് സുഗതകുമാരി. ആന എന്ന കവിതയിലെ വരികൾ ഓർമ്മയുണ്ടോ? ഒരു നഗ്നമാം കുന്നിൻ പള്ള, ചുറ്റിലും ആൾക്കാർ, തെറിവാക്കുകൾ, പണിച്ചൊല്ലുകൾ, അലർച്ചകൾ, കൊല ചെയ്തൊരു മഹാവൃക്ഷത്തിൻ കൊടും ജഡം. സൈലന്റ് വാലി പ്രശ്നം വന്നപ്പോൾ സൈലന്റ് ആകാതിരുന്ന കവിയാണ് സുഗതകുമാരി. അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തിയ കവിയാണ് സുഗതകുമാരി. അവരുടെ മറ്റൊരു പ്രധാന മേഖല പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് പക്ഷം ചേരുന്നവയാണ്. പെൺകുഞ്ഞ്, സ്ത്രീ, അമ്മ, മാതൃവാത്സല്യം എന്നിവയുമായി ബന്ധപ്പെട്ട് എത്രയെത്ര കവിതകൾ. പെൺകുഞ്ഞ് 90. ഇരുട്ടിൽ തിരുമുറ്റത്ത് കൊണ്ടുവയ്ക്കുകയാണു ഞാൻ, പിഴച്ചു പെറ്റൊരീ കൊച്ചു പൈതലേ കാത്തുകൊള്ളുക. ആദിവാസികൾക്ക് വേണ്ടി എക്കാലവും നിലകൊണ്ട കവിയാണ് സുഗതകുമാരി. നീതികേടുകൾക്കെതിരെ നിരന്തരം തൂലിക ചലിപ്പിച്ചു. കൃഷ്ണ ഭക്തിയാണ് സുഗത കവിതകളുടെ മറ്റൊരടിസ്ഥാന ഭാവം. നിറഞ്ഞ ഭക്തി, പ്രണയം, ആർദ്രത, അത്ഭുതകരമായ അനുഭൂതിയും ലാവണ്യവും വശ്യതയുള്ള നിരവധി കവിതകൾ. അവരുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിത നാം കണ്ടു. ഭാഷയ്ക്ക്, മലയാള ഭാഷയ്ക്ക് വേണ്ടി നിലകൊണ്ട കവിയും കവിതയും ധാരാളമുണ്ട് സുഗതകുമാരിയുടേതായി. മലയാള മിഷൻ പ്രവർത്തകരെ സംബന്ധിച്ച് സുഗതകുമാരി രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കവിയാണ്. മലയാള ഭാഷയെ ശ്രേഷ്ഠ ഭാഷയാക്കാൻ, അതിൻ്റെ നിലനിൽപ്പിനും ഉന്നതിക്കും വേണ്ടി പോരാടാൻ എന്നും മുന്നണി പോരാളിയായി പ്രവർത്തിച്ചു. ഒരു കവിയുടെ ഏറ്റവും വലിയ മികവ് എന്താണെന്ന് ചോദിച്ചാൽ എന്തിലും ഏതിലും കവിത കാണാൻ കഴിയുക എന്നതാണ്. മലയിൽ, പുഴയിൽ, പൂവിൽ, ചെടിയിൽ, പൂമ്പാറ്റയിൽ, പുഴുവിൽ എന്തിലും കവിതയുണ്ട്.
അത് കാണുക എന്നതാണ് പ്രധാനം. ഇനി ഈ മനസ്സിൽ കവിത ഇല്ലെന്ന് പറയുമ്പോഴും എഴുതുന്ന വരികളിലൊക്കെ കവിത വന്ന് നിറയുന്നു. ഇനി മനസ്സിൽ കവിതയില്ല, ഇനി മനസ്സിൽ കവിതയില്ല, മണമില്ല, മധുവില്ല, മധുരമില്ല. ഇനി മനസ്സിൽ കിനാക്കളും പൂക്കളും മഴയും പ്രഭാതവും ബാക്കിയില്ല. ഇനി മനസ്സിൽ കവിതയില്ല, ഇനി മനസ്സിൽ കവിതയില്ല. കവിതയ്ക്കും കവിക്കും കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം ആസ്വാദക മനസ്സിൽ അതെപ്പോഴും ഉണ്ടായിരിക്കുക എന്നതാണ്. ആരു ചവിട്ടി താഴ്ത്തിലും അഴലിൻ പാതാളത്തിൽ ഒളിക്കിലും ഓരോ പൂർവസ്മരണയിൽ ആഹ്ലാദത്തിൻ ലോകത്തെത്തും ഹൃദയം, പാവം മാനവ ഹൃദയം. സുഗതകുമാരി കവിതകൾക്ക് കൂടി ബാധകമായ ഒരു കാര്യമാണിത്. ആരു ചവിട്ടി താഴ്ത്തിയാലും അത് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും, ഒരു മഹാബലിയെപ്പോലെ. ഒരു കവിക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ വരം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം: വാക്കുകളുടെ വശ്യത. സുഗതകുമാരിയുടെ വാക്കുകൾക്ക് വല്ലാത്ത വശ്യതയാണ്. തനിക്ക് മാത്രം എഴുതാൻ കഴിയുന്ന വരികൾ എഴുതുന്നവനാണ് അഥവാ എഴുതുന്നവളാണ് യഥാർത്ഥ കവി. അത്തരം കവികൾക്ക് മരണമില്ല. അതുകൊണ്ട് തന്നെയാണ് സുഗതകുമാരിയുടെ മരണവിവരം അറിഞ്ഞപ്പോൾ ഇങ്ങനെ എഴുതിയത്: മരിച്ചിട്ടില്ല ഞാൻ, മരിച്ചില്ല ഞാൻ, ചുറ്റും മരച്ചില്ലയില്ലേ, മരിച്ചില്ല ഞാൻ, എങ്ങും നിറപ്പച്ചയില്ലേ, മരിച്ചില്ല ഞാൻ, ചുറ്റും മരച്ചില്ലയില്ലേ, മരിച്ചില്ല ഞാൻ, എങ്ങും നിറപ്പച്ചയില്ലേ. പേടിച്ച രണ്ട് പെൺകൊച്ചുറക്കെ വിളിച്ചു കരയുമ്പോൾ മരിച്ചു പോകാൻ കൂടി മടിയാണെനിക്ക്. കഴുത്തറുത്ത് പിടച്ചിടും കാട്ടുമരങ്ങൾ ആർത്ത് നിലവിളിച്ചിടുമ്പോൾ മരണമൗനത്തിലേക്ക് മനസമാധാനമായി പോകുവാനാകുമോ? മെലിഞ്ഞുണങ്ങി മിടിപ്പുവറ്റിയാരോ വലിച്ചു കേറ്റിക്കൊണ്ടുപോകും പുഴപ്പെണ്ണിനെ വിട്ട് കണ്ണടച്ചെങ്ങനെ നാടുവിട്ടു ഞാൻ പോകും. കുന്നിനെ കുത്തിക്കീറി ഭ്രൂണത്തിനായി വിരൽ പരതുമ്പോൾ തലവടിച്ച് മലയുടെ ശിരോരത്നങ്ങൾ തിരയുമ്പോൾ തരിച്ചു നിൽക്കുന്നതെങ്ങനെ, മരിച്ചു പോകുന്നതെങ്ങനെ, തരിച്ചു നിൽക്കുന്നതെങ്ങനെ, മരിച്ചു പോകുന്നതെങ്ങനെ. ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. കാവ്യരചനയുടെ നവ്യ പാഠങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അമ്മ മലയാളം, ഉമ്മ മലയാളം. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. കിളിവാതിലിൽ ഇനി ഒരു കവിത കേൾക്കാം. ആലാപനം ഇഷാൻവി, വിദ്യാർത്ഥിനി, ഡൽഹി മലയാള മിഷൻ. നമസ്കാരം, എൻ്റെ പേര് ഷാൻവി. ഇന്ന് ഞാൻ ജയദേവൻ മാഷിന്റെ പുത്തരി എന്ന കവിതയാണ് ചൊല്ലാൻ പോകുന്നത്. പുത്തരി കണ്ടെത്തിയിലൊത്തിരി തത്തകൾ തത്തിക്കാളിച്ചെത്തിയപ്പോൾ പുത്തനാം കുഞ്ഞൂട് പിട്ടോരൻ ബാല്യവും ഒത്തിരി മോഹമോടെത്തി. കത്തിച്ച പൂത്തിരി വെട്ടത്തിളിത്തിരി
ഒട്ടിക്കുടിക്കുമ്പോൾ പത്തരമാറ്റോടെ ചിത്തവും വെട്ടിത്തിളങ്ങി. നന്ദി. ഇനി ഒരു നാടൻ പാട്ടാണ് കിളിവാതിലിൽ. ആലാപനം ആൻമരിയ പോൾ. വെയിലേ വെയിലേ നീ എങ്ങ പോണു, വെറുതെ വെറുതെ നടക്കാൻ പോണു, വെള്ളരിപ്പാടത്ത് നിൽക്കാൻ പോണു, വെള്ളോട്ട് മലയിൽ കളിക്കാൻ പോണു, കളിച്ചിട്ട് മടങ്ങുമ്പോൾ കുളിക്കാൻ പോണു, കുളിച്ചിട്ട് കാട്ടിൽ ഉറങ്ങാൻ പോണു. കിളിവാതിലിൽ അടുത്തതായി ശ്രീമതി സുഗതകുമാരി ടീച്ചറുടെ പെൺകുഞ്ഞ് 90കളിൽ എന്ന കവിത. ആലാപനം GS അഥീന. ഇരുട്ടിൻ തിരുമുറ്റത്തു കൊണ്ടുവയ്ക്കുകയാണു ഞാൻ, പിഴച്ചു പെറ്റൊരീ പിഞ്ചു പൈതലേ കാത്തുകൊള്ളുക. പെണ്ണാണ് കൊന്നൊഴിച്ചിടാൻ കഴിഞ്ഞില്ല, പൊറുക്കുക നിൻമടിത്തട്ടിൽ ജീവിക്കാൻ ഇവൾക്കുമിടമേകുക. അമ്മ തൻ കണ്ണുനീർ പൊയ്കയിൽ കുളിപ്പിച്ചിട്ടു പാൽ കൊടുത്തമ്മ തന്നുമ്മയാകും ശ്രീതിലകം ചാർത്തി നെറ്റിമേൽ. ഇവളെ പാവമീ കുഞ്ഞു സീതയെ ജഗദംബ നിന്നുഴവിൻ ചാലിലായി മെല്ലെ കിടത്തുന്നേൻ അനാഥമായി. നാളെ സൂര്യനുദിക്കുമ്പോൾ ഇവൾക്കും പകലെത്തുമോ, രാവിലേതോ കൂർത്ത പൽകൾക്കിടയിൽ ഇവളൊടുങ്ങുമോ. നാളെ എന്താണ് നാളെ ഇവൾ പെണ്ണു പിറന്നൊരീ നാളിലെ വെടിയപ്പെട്ടൊരിവൾക്കെമ്മട്ടിൽ ജീവിതം. ഇവളെന്നെങ്കിലും സ്നേഹമെന്നതിനർത്ഥമോതുമോ, ഇവൾ മാഞ്ഞ മുഖത്തോടെ ധനാഥാലയമെത്തുമോ, ഇവൾ ഇന്ത്യൻ ഗിനിപ്പന്നി ശാസ്ത്രത്തിൻ പണിമേശമേൽ കരുവായി വിദേശത്തേക്കുരുവായി പറക്കുമോ, ഇവളേതെങ്കിലും വീട്ടിനോ മനപുത്രിയാകുമോ, ഇവളെ കൈയേകി മാറത്തണിയാൻ പ്രേമമെത്തുമോ, ഇവൾക്കായി സ്ത്രീധനം നൽകാൻ ലക്ഷങ്ങൾ കരുതുന്നതാര്, ഇവൾ തന്മേനി പൊന്നിട്ടുമൂടി തൻ നൽകാനും മാറുവാൻ. ഇവളെ പോരാ പോന്നെന്ന തീ തൈലത്തിലെരിക്കുമോ, ഇവളെ യൗവനം പോയെന്നപ്പോഴേ മൊഴി ചൊല്ലുമോ, ഇവളെ പണി ചെയ്യിച്ചു പട്ടിണിക്കിട്ടു കൊല്ലുമോ, ഇവളെ കൊടുമധ്യത്തിൽ മതം തല്ലിച്ചതയ്ക്കുമോ, ഇവൾ പിച്ചച്ചട്ടിയേന്തി ഇരന്ന് പശിയാറ്റുമോ, ഇവൾ പെണ്ണല്ലയോ,
പെണ്ണിനുടയോൻ ദുഃഖമല്ലയോ. ദേവി ഭൂമി നിനക്കെല്ലാം അറിയാം. നിന്റെ ചന്തയിൽ പാഴ്വിലയ്ക്കുമെടുക്കാത്തതൊന്നല്ലി പെണ്ണിന്റെ ജീവിതം. എങ്കിലും തങ്കമേ, നീ എൻ മുഖത്തേക്കുറ്റു നോക്കിയിടുന്നതെന്തിനു? പുഞ്ചിരിക്കൊള്ളുന്നാത്തു വിമ്പുന്നിടക്കിടേ. അമ്മയാം ഞാനും അമ്മട്ടിൽ പെണ്ണായി വന്നു പിറന്നു പോയി. എന്നെയും പാവം എന്നമ്മതൻ കൊല്ലാനറച്ചുപോയി. ഇതൊക്കെ സത്യമാണെന്നാൽ സ്വപ്നം കാണട്ടെ ഞാനിനി. വെളിച്ചം വിടരും സീതക്കുട്ടിക്കും ജനകൻ വരും. അക്കൈ തണലിലായി ദീപ്തശുദ്ധയായവൾ തീർന്നിടും. അഗ്നി പൊള്ളില്ല, കാടേറില്ല ഇവളീ ഭൂമി തന്മകൾ. ഇരുട്ടുവാർന്നു പോകാറായി പോട്ടെ നിൽക്കുക വൈനീ. ഒരിക്കൽ കൂടി കുഞ്ഞു നെറ്റിമേലുമ്മ വയ്ക്കുക. തിരിഞ്ഞു നോക്കിടാൻ പാടില്ല, ഓടിപ്പോവുക പോവുക. കരഞ്ഞുകൂടാ, വായ്പൊത്തി ചെവി പൊത്തി പിടിക്കുക. ഉണങ്ങട്ടെ കൺകൾ, കണ്ണീർ നിറഞ്ഞാലുൾവലിക്കുക. നിറഞ്ഞ മാറിൽ വിങ്ങുന്ന പാലൊലിക്കാതെ ഒപ്പുക. മുറിഞ്ഞ മാറിൽ നിന്നിറ്റു ചോര വീഴ്ത്താതെ പോവുക. തിരിഞ്ഞു നോക്കിടാൻ പാടില്ല, ഓടിപ്പോവുക പോവുക. തിരിഞ്ഞു നോക്കിടാൻ പാടില്ല, ഓടിപ്പോവുക പോവുക. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.